ഈ അവസരത്തിൽ എനിക്ക് വേലൂർ പോകണമെന്നല്ല, ദൈവബന്ധിന് പോകണമെന്നായി. ദൈവബന്ധിലെ ആലിമീങ്ങൾ മുഴുവനും വഹാബികളാണ്. ഈ കുട്ടി എന്തോ പെരുമാറ്റം കൊണ്ട് വഹാബിത്തരം വന്നു കൂടിയിട്ടുണ്ടായിരിക്കും, അല്ലാണ്ട് എന്തിനാണ് പറയുന്നത് അങ്ങോട്ട് പോകണമെന്നായി. വഹാബി വഹാബി പറഞ്ഞില്ല. അള്ളാഹു വഹബായിട്ട് പറഞ്ഞാൽ ഇരുന്ന് കൊടുത്തവരെന്നുള്ള അർത്ഥം ഞാൻ ഒന്നും മനസ്സിലാക്കി. പിന്നീട് മനസ്സിലായത് അതല്ല, അവരൊന്നും സുന്നികളല്ലാന്ന്, അതിന് സുന്നത്ത് ജമാഅത്തിനെ ആക്ഷേപിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി. ഞാൻ ഇസ്തിഖാറത്ത് ചെയ്തു. എൻ്റെ ഷേഖ് എൻ്റെ മുമ്പിൽ ഹാജരായി. ഞാൻ അങ്ങനെ അജ്മീറിലേക്ക് പോയി. ചുരുക്കി പറയണം, ഇനിയും മടങ്ങി വരേണ്ടി വന്ന് വാപ്പ നിർബന്ധിച്ച കാരണം കഴിഞ്ഞ ദിവസം നടത്തി പിന്നെ അജ്മീറിലേക്ക് പോവാണ്. അജ്മീറിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു, എനിക്ക് ഭക്ഷണം തരുന്നു. അദ്ദേഹത്തിന്റെ പേര് സുൽത്താൻ എന്നാണ്. ഇതാണെന്ന് ഞാൻ അറിയില്ല. ഇത് വല്ലാഹി സത്യമാണ്. എന്റെ തലയിൽ കൈ വെച്ചുകൊണ്ട് പലതും, എൻ്റെ കയ്യിലൊരു കിതാബുണ്ടായിരുന്നു, തൗഹീദിന്റെ വലിയൊരു കിതാബ്, ഇബ്നുൽ-ബറാഹീനല്ല അതിന്റെ ഹാഷിം. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോകുക, നിങ്ങൾ പോയാൽ ഇന്ന മഹത്തുക്കളെ അവിടുന്ന് കാണാൻ സാധിക്കും, അവരൊക്കെയും മൗലിയാക്കന്മാരാണ്. പക്ഷേ കുട്ടികളോട് അവർ സാധാരണ നിലയിലുള്ള ദർസ് ഇങ്ങനെ പറയാ എന്നല്ലാതെ കുട്ടികളെ നിർബന്ധിച്ച് അവരെ ശേഖന്മാരാക്കാൻ തുടങ്ങില്ല. 10 വയസ്സിന് ശേഖന്മാരാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കള്ളത്തരം പറയേണ്ടതുണ്ട്, അവർ തക്കാൻ പോകല്ലാണ്ട് അവർ എന്താ ചെയ്യുക. ഇതൊക്കെ കുറച്ച് വയസ്സായതിന് ശേഷം ചുരുക്കം ചില ആളുകൾ ഞങ്ങൾ അതിൽപ്പെട്ടതാണ്. ഞാൻ എൻ്റെ കുടുംബക്കാരൻ ഞങ്ങളായതുകൊണ്ട് പറയണമല്ല, നമുക്കറിയാൻ സമയം എന്തിനു പറയണ. ഞാൻ അദ്ദേഹത്തിനോട്, അദ്ദേഹം എനിക്ക് വേണ്ട ഉപദേശങ്ങൾ ചെയ്തു. അവിടെ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് ആളുകൾ ഉണ്ടാവുമെന്നും നിങ്ങളെ സഹായിക്കാൻ ആരാണ് ഉണ്ടാവുമെന്നും ഒക്കെ എനിക്കതൊരു വലിയ കറാമത്ത് പോലെ തോന്നി. ആദ്യമായി തന്നെ കേരളം വിടുന്ന ഞാൻ വടക്കേ ഇന്ത്യയിലേക്കാണ് പോകുന്നത്, ദൈവബന്ധിലേക്ക്. ദൈവത്തിനെ ബന്ദ് ചെയ്ത രാജ്യമെന്നാണ് ചില ആളുകൾ പിന്നെ അതിന് പേര് വെച്ചത്. ദൈവത്തിന് ബന്ധിപ്പിച്ചാൽ ദൈവത്തിന് ഇസ്ലാമായി അവിടെ താമസിക്കേണ്ട സൗകര്യം ഹിന്ദുക്കൾക്കൊക്കെ കൊടുത്തു. അതൊക്കെ എല്ലാവരും അറിയുന്ന സംഗതിയാണ് എൻ്റെ അജ്മീറിലെ സംഗതി. എന്തിനാണ് ഞാനത് പറയുന്നത്, എല്ലാവർക്കും അറിയാതെ വായിച്ചു നോക്കട്ടെ. കൈവഴക്കാണ് മൂപ്പർക്ക് കിട്ടുന്നത്. ആദ്യം കിട്ടിയിരുന്നത് വയറ് നിറച്ച് ഭക്ഷണം, അത് അങ്ങനെ തിന്നണം, ഇരുന്നത്. എന്നിട്ട് കാല് ഉറുപ്പിയ കൊടുക്കും. അത് ഊണ് പണമെന്നായി പറയും. ഊണിൻ്റെ കണക്ക് ഇന്ന് ലക്ഷക്കണക്കിനാണ്. ദൈവാനുഗ്രഹം, അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ളത് മനുഷ്യനാണ്. എന്താ പറഞ്ഞാൽ പറഞ്ഞ പോലെ ഇതുള്ളതാണ് മനസ്സിൽ വിശ്വസിച്ചത്. ഏതായിരുന്നാലും ശരി, അങ്ങനെ ഞാൻ ദൈവബന്ധിൽ പോയി. ദൈവബന്ധിലെ ശേഖന്മാരെന്ന് പറഞ്ഞാൽ അവർ തെരീക്കത്തുകാരാണ്, മദീനക്കാരാണ്. അവരെനിക്ക് അവസാനം ഞാൻ പോകുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ അവിടുത്തെ ഏറ്റവും വലിയൊരാളാണ്. അവരാണ് അല്ലാഹുവിന്റെ റസൂലിൻ്റെ ഖബറിലേക്കുള്ള താക്കോൽ അവരുടെ കയ്യിലാണ്. അദ്ദേഹത്തിന് ഞാൻ എടുത്തു തരാം. എൻ്റെ അമ്മാമൻ വാപ്പ മകനെ സ്വർഗത്തിലേക്ക് കടത്തും മകനെ എന്ന് പറഞ്ഞുകൊണ്ട് വിനീതനായ സാധുവായ എൻ്റെ തലയിൽ കൈവച്ച് ദുആ ചെയ്യുകയും
ഹസൻ, ഹുസൈൻ, മഹ്സിൻ മുതലായ മക്കളെ അദ്ദേഹത്തിൻ്റെ അവരുടെ മക്കൾ ഹസൻ അവരെ മരിച്ചുപോയ ഹുസൈനാറിൻ്റെ സജ്ജാദിനെയും വിളിച്ചു. അവരായിരുന്നു അലിയും സൈനുൽ ആബിദീൻ. കുർബലായിൽ നിന്ന് ആ ഒരു കുട്ടിയായിരുന്നു മടങ്ങി വന്നത്. സജ്ജാദ് എന്ന പേരിൽ അറിയപ്പെട്ടു. നിസ്കാരപ്പായിലിരിക്കുക, വിക്രിസില്ലായ ഇബാദത്ത് ചെയ്യുക, ഖുർആൻ ഓതുക എന്നല്ലാതെ കണ്ട് ലോകത്തിലുള്ള സർവ്വ മനുഷ്യന്മാരും അവരുടെ വിരോധികളും കൂടി അവരുടെ മുമ്പിൽ നിന്നവർക്കെല്ലാം എത്തിച്ചു കൊടുത്തിരുന്നു. അത് മുഴുവനും ധർമ്മം ചെയ്യും, നോമ്പറക്കും. ഞാൻ ദുആ ചെയ്ത് എൻ്റെ തലയിൽ കൈവച്ച്, ഇത് മോൻ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം മോൻ്റെ കയ്യിലുണ്ട്. അറബ് ഭാഷയിൽ ഇത് ഞാൻ എഴുതിയതിന് അവിടുത്തെ മുഫ്തി, അവിടുത്തെ ഖാദി, യമനിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആള് മുദർരിസ്, അദ്ദേഹം അതിൻ്റെ മുഖവരയിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുഖവര അവരാണ് എഴുതിയത്. എൻ്റെ ജീവചരിത്രം എന്ന അറബ് പുസ്തകത്തിൽ അത് എഴുതിയിട്ടുള്ളത് വളരെ വലിയതാണ്, ചെറുതല്ല. അറബ് രാജ്യത്തിൽ അത് മഹാന്മാരത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, ഞാൻ അല്ലാഹുവിനോട് തേടിയ ഔലിയാക്കന്മാരിൽ ഞാൻ തുറന്നു പറയാ, ഇദ്ദേഹത്തിനെ ഞാൻ കണ്ടു. ആദ്യം ഞാൻ വിശ്വസിച്ചിരുന്നില്ല, എനിക്കെൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ അനവധി ഔലിയാക്കന്മാരെ ഞാൻ കണ്ടു. മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള മിസ്രിലുള്ളതും ബഗ്ദാദിലുള്ളതും എത്യോപ്യയിലുള്ളതും ലോകത്തിൽ മറാക്കിഷിലുള്ളതും. മറാക്കിഷിലുള്ള ഒരു ക്രിസ്തീയ ബീവി അല്ല, ഒരു ഹിന്ദു ബീവി സ്വത്ത് മുഴുവനും ഇസ്ലാമിലേക്ക് ധർമ്മം ചെയ്യുകയും അവസാന ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അറിയോ, ഒരു ജാനം അവിടെയുണ്ട്. പക്ഷേ ഇന്ന് ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് അവർ കിതാബുകളൊക്കെ ഉള്ളത്. ഇത് ചെയ്യാനാ ഏതായിരുന്നാലും ശരി, ഞാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ മുഴുവനും കാണാൻ എനിക്ക് സാധുവായ ക്രിസ്ത്യനായ എനിക്ക് സമ്മതം വേണ്ടി അയച്ചാർന്ന ആ പോയത്തക്കാരുടെ വിശ്വാസം. അങ്ങനെ അതൊക്കെ പോയി, ആ കാലം പോയി. പൊന്ന ഹബീബ് ഇപ്പം അവിടെ ആ ലണ്ടനാണ്. ലണ്ടൻ അറിയോ നിങ്ങൾ? ഞാൻ ഒരിക്കൽ ഒരു വെള്ളം കിട്ടില്ല അവിടെ. വെള്ളത്തിന് കയ്യിടാൻ പാടില്ല, വെള്ളം നിറം പിടിക്കണം. കയ്യിലെ ചീസല്ലേ, അതായത് ചണ്ടി ചെയ്യാൻ കയ്യാകൂല്ലേ, ഒതുക്കുമ്പോഴാണ് ഈ ഇത് ഇല്ല, കൈ നാല്. പക്ഷെ താടി ഇത്ര ഉണ്ടാകും, കൈമലൊക്കെ പിടിക്കല്ലോ, സാധനമൊക്കെ ഇട്ടപ്പോൾ അതുകൊണ്ട് ഈ നാറ്റ കൈകൂടെ പോകും. ഈ നാല് ഇതിലേക്ക് നിന്നാൽ പക്ഷെ അത്ര പൂശും. അങ്ങനെ ഗുണങ്ങൾ ഇങ്ങനെ പൂശിയാൽ ഈ തീട്ടുന്നാറിനത് മുഴുവനും പോകും. പക്ഷെ നമുക്ക് രണ്ടും നമ്മളൊരു നോക്കി കൂടെ കിട്ടും, നമുക്കത് ഇതൊക്കെ ഉണ്ടായ മനസ്സിലാക്കാം. ഏതായിരുന്നാലും ശരി, അവിടുത്തെ ഔലിയാക്കന്മാർ മുഴുവൻ അവിടെ വെച്ച് എന്നെ വെള്ളം എനിക്ക് കുടിപ്പിച്ച്, വെള്ളത്തിൽ പാമ്പുണ്ടായിരുന്നു, സർപ്പം. അങ്ങനെ ഞാൻ തലയിട്ടു. ഞാൻ വസിയത്ത് ചെയ്ത് ഞാൻ മരിച്ചെങ്കിൽ എൻ്റെ വീട്ടിൽ എന്നെ ഇവിടെ തന്നെ മറവ് ചെയ്തിട്ട്, ജന്നത്തുൽ ബഖീയിൽ മറവ് ചെയ്തിട്ട് വിവരം അറിയിച്ചാൽ മതി. അത് തെരൂർ പോകണമെന്നല്ല, ദൈവബന്ധിന് പോകണമെന്നായി. ദൈവബന്ധിലെ ആലിമീങ്ങൾ മുഴുവനും വഹാബികളാണെന്ന് ഈ കുട്ടി എന്തോ പെരുമാറ്റം കൊണ്ട് വഹാബിത്തരം വന്നു കൂടിയിട്ടുണ്ടായി.